ടൊയോട്ടയുടെ ഹാഷ് ബാക്ക് സെഗ്മെന്റ് വരുന്ന ടൈസർ എന്ന് പറഞ്ഞ സെഗ്മെന്റ് വണ്ടി ആയത് വരുന്നത്. ഇപ്പം ഈ ഡിസ്പ്ലേ ചെയ്തേക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ പ്രത്യേകത ഉണ്ട്. പെട്രോളും CNG കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ വണ്ടിയായിരുന്നു. ഇത് വരുമ്പോഴത്തേക്ക് ബേസ് മോഡൽ വണ്ടിയാണ്. ഈ തൊട്ടാ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ ബേസ് വേരിയന്റ് വണ്ടിയിൽ CNG മോഡലായത്. ഇതെന്ന് വെച്ചാൽ CNGയും ഫ്യൂവലും ഉണ്ട്, പെട്രോളും CNG ഉണ്ട്. രണ്ടും കൂടെ മിക്സ് ചെയ്താ. മൈലേജിന്റെ ഫാക്ടർ പറയുകയാണെങ്കിൽ പെട്രോൾ ആണെങ്കിൽ ഒരു 21 കിലോമീറ്റർ അടുത്ത് മൈലേജ് നമുക്ക് 21-22 കിലോമീറ്റർ മൈലേജ് വരുന്നു പെട്രോൾ. ഇത് നേരെ CNGയിലോട്ട് പോകുമ്പോൾ ഏകദേശം 30 കിലോമീറ്റർ അടുത്ത് മൈലേജ് റേഞ്ച് വരുന്നുണ്ട്. എല്ലാവർക്കും ഡൗട്ടായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഈ CNG മോഡലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ബൂട്ട് സ്പേസ് പോകുമോ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ സേഫ്റ്റിനെ കുറിച്ച് എല്ലാവർക്കും ഒരു 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 ഇതുണ്ടാവും എന്ന് വെച്ചാൽ ഇത് ബ്ലാസ്റ്റ് ആവുമോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച്, അതിനെക്കുറിച്ച് എന്താണ്? CNG എന്ന് പറഞ്ഞാൽ ഇതിന്റെ ടാങ്ക് ഹോൾഡ് ചെയ്തേക്കുന്ന ഡിക്കിൽ തന്നെയാണ്. നോർമൽ നമുക്കൊരു 307 ലിറ്റർ ഡിക്കി സ്പേസ് ഉള്ള വണ്ടിയത്. അപ്പോൾ കാണിച്ചു തരാം. ഇത് ഡിക്കിൽ ഹോൾഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇച്ചിരി സ്പേസ് അതിനകത്ത് കുറയും. ഇതിന്റെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് ഫില്ല് ചെയ്യാൻ നേരം നമ്മൾ എന്തെങ്കിലും സേഫ്റ്റിനെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്? ഫില്ല് ചെയ്യാൻ പറയുന്ന ഇവരെന്ന് പറഞ്ഞാൽ നമ്മൾ ആൾക്കാരകത്തിരിക്കരുത്, പുറത്തിറങ്ങി നിൽക്കണം, അങ്ങനെ മാത്രമേ പറയുന്നുള്ളൂ. കാരണം ഫില്ല് ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ ഇതിന്റെ ഫില്ല് ചെയ്യുന്ന ഗേജിന്റെ നോബ് എന്തെങ്കിലും തുറന്ന് കിടക്കുവാണെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ സ്റ്റാർട്ട് ആകത്തില്ല. അതൊരു സേഫ്റ്റി ഫാക്ടർ തന്നെ. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ സിലിണ്ടർ 3 വർഷം ഒരിക്കൽ നമുക്ക് ഇതിന്റെ സേഫ്റ്റി സൈഡ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പൊല്യൂഷൻ ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ സിലിണ്ടർ ചെക്ക് ചെയ്യണം. ഇവിടെ അല്ലാതെ നമുക്ക് അതിന് ഗവൺമെന്റ് സർട്ടിഫൈഡ് സെന്റർ ഉണ്ട്. അവിടെ കൊണ്ടുപോയി നമ്മൾ 3 വർഷം ഒരിക്കൽ ഒരു സേഫ്റ്റി സെൻസിങ് ഉണ്ട്, ചെക്ക് ചെയ്തിരിക്കണം. അതിന്റെ സർട്ടിഫിക്കറ്റ് വേണം നമുക്ക്.